കേരള സർവകലാശാല ഭരണപ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ തന്നെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വൈസ് ചാൻസലറോട് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ വിസിയുടെ തുടർ തീരുമാനം ഇന്നുണ്ടായേക്കും. പകരം മറ്റാർക്കെങ്കിലും രജിസ്ട്രാറുടെ ചുമതല നൽകാൻ കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത്. അതേസമയം സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ രജിസ്ട്രാർ KS അനിൽകുമാർ അയക്കുന്ന ഫയലുകൾ വിസി തീരുമാനമെടുക്കാതെ തിരിച്ചയക്കുകയാണ്. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിസന്ധി നിൽക്കുന്നു, പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനാകുന്നില്ല. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ക്രിസ്റ്റീന, മുൻകാലങ്ങളിൽ എങ്ങും കാണാത്ത തരത്തിലുള്ള വലിയ ഭരണസ്തംഭനമാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നത്. അവിടെ ഒരു സർക്കാർ ഗവർണർ പോരിൻ്റെ മറ്റൊരു പതിപ്പ്, അത് VCയും രജിസ്ട്രാറുമായി നടക്കുന്നു. സാങ്കേതികമായ തർക്കങ്ങളാണ്. അതായത് VC നിലവിൽ രജിസ്ട്രാർ അയക്കുന്ന ഫയലുകളൊന്നും സ്വീകരിക്കുന്നില്ല, തുടർ നടപടി എടുക്കുന്നില്ല. ഒപ്പിട്ട ഫയലുകൾ അദ്ദേഹം സ്വീകരിക്കാതെ തിരിച്ചയക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. പകരം ജോയിന്റ് രജിസ്ട്രാർ നൽകുന്ന മേളിലോട്ട് നൽകുന്ന ഫയലുകൾ ഒപ്പിട്ട് നൽകാമെന്ന് VC നിലപാടെടുക്കുമ്പോൾ അവിടെയുള്ള ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥർ, അതായത് ജോയിന്റ് രജിസ്ട്രാറുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അത്തരം ഫയലുകൾ നീക്കം ചെയ്യുന്നില്ല. പകരം രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പനാകട്ടെ ഒരു തരത്തിലുള്ള ഫയലുകളും ഇതുവരെയും മുകളിലോട്ട് അയച്ചിട്ടില്ല. അയക്കുന്ന ഫയലുകൾ ആദ്യഘട്ടത്തിൽ അയച്ച ഫയലുകളൊക്കെ തന്നെ VC അത് ഒപ്പിട്ട് തുടർ നടപടി എടുത്തിരുന്നു. പിന്നീട് മിനി കാപ്പനും താൽക്കാലിക രജിസ്ട്രാറായിട്ടുള്ള മിനി കാപ്പന് നൽകുന്ന മിനി കാപ്പനും ഇത്തരം ഫയലുകളൊക്കെ തന്നെ തുടർ നടപടികളായി നൽകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വൈസ് ചാൻസലർ അടക്കം സർവകലാശാലയിൽ എത്തിയിട്ട് 13 ദിവസം കൂടിയായിട്ടുണ്ട്. സർവകലാശാലയിൽ തനിക്ക് ജീവന് തന്നെ ഭീഷണി ഉണ്ടെന്നാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ അറിയിക്കുന്നത്. ഇത് സംബന്ധിച്ച് BJP സിൻഡിക്കേറ്റ് അംഗം സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമൊക്കെ തന്നെ കേന്ദ്ര സംഘത്തെ വിന്യസിക്കണം, ആ രീതിയിൽ തന്നെ SFIയുടെ സമരത്തെയൊക്കെ തന്നെ പ്രതിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി അടക്കം സമീപിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോഴും രജിസ്ട്രാർ അനിൽകുമാർ അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അദ്ദേഹം ഫയലുകളൊക്കെ തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി VC ആ ഫയലുകൾ മേൽ തുടർ നീക്കങ്ങളോ അല്ലെങ്കിൽ തുടർ തീരുമാനം എടുക്കാത്തതാണ് കേരള സർവകലാശാലയിൽ വലിയ ഭരണസ്തംഭനമുള്ളത്. നിലവിൽ 13 ദിവസമായി ഒരു തരത്തിലുമുള്ള ഫയലുകൾ നീങ്ങുന്നില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.